ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി ലിൽ പ്രീഡ് സ്റ്റോറീസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കോളർ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നെക്ക് മെഷർമെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക. നമ്മൾ ഷോൾഡറും ഒരുമിച്ച് വെച്ചതിന് ശേഷം നെക്ക് മെഷർമെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കണം. ഓക്കെ, അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്തതിന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ നെക്ക് മെഷർമെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കാം. ഓക്കെ, ഞാനിവിടെ ചാർട്ട് പേപ്പറിലാണ് വരച്ച് കാണിക്കാൻ പോകുന്നത്. സോ ഈ സെയിം പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് ക്യാൻവാസിലും ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം അടിയിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിൽ നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ ബോക്സായിട്ട് വരയ്ക്കാം. വരച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക ആൻഡ് കണക്ട് ദാറ്റ് 2 പോയിൻറ്റ്സ്. ഓക്കെ, ആ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ചിന് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ഒരു കർവ് വരച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം. ആൻഡ് ആ ഒരു കോളർ കട്ട് ചെയ്തെടുക്കുക. കോളർ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക്കിന് നല്ല വശം ഒരുമിച്ചിടുക ആൻഡ് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചിരിക്കുന്ന പോലെ ആ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്യാൻവാസിനോട് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് ജോയിൻ ചെയ്യണം. ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മാത്രം ഇട്ടതിന് ശേഷം ബാക്കി ഫാബ്രിക്